നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരൻ്റെ ടൗസറിൽ നിന്നെടുത്ത തോക്കിൻ്റെ കാഞ്ചി വലിച്ചപ്പോൾ പാഞ്ഞുപോയ വെടിയുണ്ടയിൽ ഹേ റാം എന്ന് അവസാനത്തെ മന്ത്രം ഉച്ചരിച്ച് പിടഞ്ഞൊടുങ്ങിയ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ സനാതന ഹിന്ദു ആരെന്ന ചോദ്യത്തിന്, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ പ്രതീകം ആരെന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയെ കൊന്നത് RSS എങ്ങനെ? അപ്പം നമ്മൾ പറഞ്ഞു ഗുജറാത്തിലല്ലേ, അഹമ്മദാബാദിലല്ലേ എന്ന് പറഞ്ഞു. ഇടക്കരക്കാരെ, ഗാന്ധിജി തൂങ്ങി മരിച്ചതാണോ, ഗാന്ധിജി വിഷം കഴിച്ചത് മരിച്ചതാണോ, ഗാന്ധിജി ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തതാണോ എന്ന ചോദ്യപേപ്പർ നിങ്ങളുടെ ഇടക്കരയിലെ ഗവൺമെൻറ് സ്കൂളിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? എങ്കിൽ അത് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോവുകയാണ്. PM ശ്രീ പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളുടെ മുറ്റത്ത് RSSൻ്റെ ശാഖ നടക്കാൻ പോവുകയാണ്. അത് നടക്കുന്ന സമയത്ത് അന്തസ്സോടെ പ്രതിരോധിക്കേണ്ടതിന് പകരം പ്രതിരോധിച്ചില്ലേ? തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞു നടക്കൂല. മക്കൾ ശിക്ഷാ ബോർഡ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിൻ്റെ സ്വന്തം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് RSSനോട് പറഞ്ഞു 1000 കോടിയല്ല 1000 കോടി നമുക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് കേരളം ഒപ്പിട്ട് കൊടുത്തു എന്നാണ്. ഒറ്റുകൊടുത്തു എന്ന് പറ നിങ്ങൾ. ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് ഒറ്റുകൊടുക്കലാണ് സഖാക്കളെ. തമിഴ്നാടിൻ്റെ സ്റ്റാലിൻ പറഞ്ഞു 1000 അല്ല 10,000 കോടി ഞങ്ങൾക്ക് തരൂല്ല എന്ന് പറഞ്ഞാലും RSSൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അക്ഷരവിദ്യയുടെ അമ്മിഞ്ഞപ്പാല് നുകരുന്ന പിഞ്ചോമനകളുടെ മനസ്സിലേക്ക് വെറുപ്പിന്റെ വൈറസ് പകർത്തിക്കൊടുക്കുന്ന ഈ പാഠപുസ്തകങ്ങളെ ദ്രാവിഡ മണ്ണ് സ്വീകരിക്കില്ല എന്ന് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞപ്പോ അവിടെ ബംഗ്ലയുടെ മണ്ണില്, ബംഗാളിന്റെ മണ്ണില് ദീദി പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ബംഗ്ല എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടാക്കിയവർ. കർണാടക ചെയ്തത് എന്താണെന്നറിയോ നിങ്ങൾ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഒരു സ്റ്റെപ്പും കൂടി മുന്നിൽ നിന്ന് അവർ പറഞ്ഞത് NEPയുടെ ഭാഗമായി നിങ്ങൾ ഇതിൻ്റെ ഭാഗം ഒപ്പിടണമെന്നാണ്. വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ഇത് NEPയുടെ ഭാഗമാണ്, ലീഗ് കോൺഗ്രസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കർണാടക പറഞ്ഞു NEP ആണോ പ്രശ്നം? എങ്കിൽ ഞങ്ങൾ ആ NEPയും ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിരിക്കുന്നു. ഞങ്ങൾ KEP ആണ്. എന്താ KEP? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് സമാന്തരമായി കർണാടക എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കിയവർ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് നിങ്ങൾ RSSൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് കടത്താൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ കർണാടക എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് ഞങ്ങളതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞത് കർണാടകയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണകൂടമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആളുകൾ രാഷ്ട്രീയമായി കാണുന്നു എന്നുള്ളത് ഒരു ശുഭവാർത്തയാണ്. പലപ്പോഴും നമ്മുടെ മുൻകാല അനുഭവം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പ്രാദേശികമാക്കും. ബ്ലോക്ക് ഡിവിഷനും ജില്ലാ ഡിവിഷനും ഒന്നും നമ്മുടെ അജണ്ടയിൽ പോലും ഉണ്ടാകാറില്ല. ഏതു കാലത്തും നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എത്രമേൽ പ്രധാനമാണോ, അസംബ്ലി തെരഞ്ഞെടുപ്പ് എത്രമേൽ പ്രധാനമാണോ അത്രമേൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പ്രധാനമാണ് എന്നുള്ളത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ സാഹസപ്പെടണമായിരുന്നു 2020 വരെ. പക്ഷേ 2025 ട്രെൻഡ് മാറി. അതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണം ഈ എടക്കരയിൽ അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഇവിടുത്തെ നേതാക്കന്മാർ പറയേണ്ടതാണ്. ഞാൻ വരുന്നത് തിരൂർ മണ്ഡലത്തിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 20ാം വാർഡിൽ നിന്നാണ്. ഇപ്പം നമ്മളൊക്കെ എല്ലാ അഖിലേന്ത്യാ അഡ്രസ്സിനപ്പുറത്ത് വാർഡിലെ വോട്ടറാണ്. ആ ഒറ്റ ഐഡൻറ്റിറ്റിയിലാണ് 11ാം തീയതി വോട്ട് ചെയ്യുന്നതിൻ്റെ സുപ്രധാനമായ നിർണായകമായി മുഹൂർത്തത്തിൽ നിൽക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഞാൻ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലൊരു വോട്ടർ എന്ന നിലയിൽ, അവിടുത്തെ 20ാം വാർഡിലെ UDFൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ കാലത്തെ ഭൂതകാലത്തെ ഒരു അനുഭവം, ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനൊക്കെ നമ്മളവരെ സമീപിക്കുന്ന സമയത്ത് നമുക്കെന്തോ ഒരു ഔദാര്യം കിട്ടാനുണ്ട് എന്ന ഭാവേന, നമുക്കെന്തോ ഒരു ഔദാര്യം ഓശാരം ലഭിക്കാനുണ്ട് എന്ന വ്യാജേന ആളുകൾ നമ്മളെ സമീപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകളോട് രേഖ ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകളോട് അവരുടെ വോട്ട് ചേർക്കുന്നതിനുള്ള അടിസ്ഥാന ഡോക്യുമെൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ സമീപനം ആ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കാണാറുണ്ട്, വീക്ഷിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് പലപ്പോഴും വോട്ട് ചേർക്കുക എന്നുള്ളത് തന്നെ വളരെ സാഹസപ്പെട്ട പണിയായിരുന്നു. പക്ഷേ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ
സ്ഥിതിഗതികൾ മാറുകയും ആളുകൾ സ്വമേധയാ വോട്ട് ചേർക്കാനുള്ള പ്രക്രിയക്ക് ആളുകൾ നമ്മളെ സമീപിക്കുന്ന ഒരു രീതിയും ഒരു ശൈലിയും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് വിലയിരുത്തുകയാണ്. നമ്മുടെ ജനാധിപത്യക്രമത്തിൽ പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി അത്രമേൽ ബന്ധമുള്ള ഒരു നാടിൻ്റെ ഹൃദയമിടിപ്പുകളെ അടുത്തറിയുന്ന അർത്ഥത്തിലുള്ള ജനപ്രതിനിധികൾ നാടിൽ ജനവിധി തേടുന്ന സന്ദർഭമാണ്. മഹാനായ മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞത്, ജനാധിപത്യത്തെ നിർവചിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം ഈ രാജ്യത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് മഹാനായ മഹാത്മജി പറഞ്ഞതിൻ്റെ സാക്ഷാത്കാരമെന്ന നിലയിൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും മനസ്സിലാക്കുന്ന സന്ദർഭമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഈ സന്തോഷവേള എന്നുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് അത്രമേൽ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ തമാശയാക്കരുത് എന്നുള്ളതാണ് നമുക്ക് ആമുഖമായി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ നിർണായക ഘട്ടത്തിൽ ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ഞങ്ങളുടെ ഈ ചടങ്ങ് വീക്ഷിക്കുന്ന കോൺഗ്രസിനപ്പുറം ലീഗിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന, ഇവിടുത്തെ വേഷങ്ങളും വേഷം കെട്ടലുകളും കാണുന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി ഓന്തുകളായി തെരുവുകളിൽ ആടിത്തിമർത്തുന്ന ഓന്തുകളെ കാണുന്ന, അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ ജനങ്ങളെ കാണുക, ലീഗുകാരെ കാണുക, കോൺഗ്രസ്സുകാരെ കാണുക. അതിനു പകരം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തകർ കോണിയും കൈപ്പത്തിയുമായി അന്തസ്സോടെ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കണോ അതോ ഓന്തുകളായി വേഷം കെട്ടിയ ഓന്തുകളുടെ കൂടെ നിൽക്കണോ എന്നുള്ളത് ഈ എടക്കര അങ്ങാടിയിലെ വല്ലാത്ത സമയത്താണ് വാങ്ങുന്നത്. ഞാൻ പ്രാദേശികമായൊരു അനുഭവം പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വോട്ട് ചേർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ
ആളുകൾക്ക് അവരുടെ രേഖകളൊക്കെ തരാനൊരു പ്രയാസമായിരുന്നു. ഈ ചേർക്കാൻ ചെല്ലുന്നവൻ എന്തോ ഒരു ഔദാര്യം ആനുകൂല്യം കിട്ടുന്നു, നിങ്ങളുടെ വോട്ട് ചേർക്കുന്നതിലൂടെ ചേർക്കാൻ ചെല്ലുന്നവൻക്ക് ആനുകൂല്യം കിട്ടുന്നു എന്ന ഒരു മനോഭാവത്തിലാണ് ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വോട്ട് ചേർക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പൊതുപ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ, യൂത്ത് ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ഓരോ വാർഡിലെയും ആളുകളെ അവർ സമീപിച്ചിരുന്നത്. പക്ഷേ 2025 ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശുഭകരമായ അന്തരീക്ഷം, ആളുകൾ ഗൗരവത്തോടുകൂടി അവരുടെ രേഖകൾ സ്വമേധയാ സംഘടിപ്പിച്ച് സമാഹരിച്ച് ആ വാർഡിലെ പൊതുപ്രവർത്തകരെ, പാർട്ടിയുടെ നേതാക്കന്മാരെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അതിൻ്റെ ആളുകൾക്കിടയിൽ ഈ ഗൗരവം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പൗരബോധത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്തൊരു ഭീതിയാണ്, ഒരു ഭയമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ഭയം SIRൻ്റെ ഭയമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ആ പേര് വെട്ടുന്ന പ്രക്രിയ പൗരത്വ പട്ടികയിലേക്ക് നീണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രാജ്യത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്തല്ല, പ്രാദേശികമല്ല, അതൊരു ദേശീയമാണ്. ഇത് നാഷണൽ ടോപ്പിക്കാണ്. നാഷണൽ ടോപ്പിക്കായി തെരഞ്ഞെടുപ്പിനെ കാണുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി രണ്ടാമതാ പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞത് രാഹുലല്ല. VFD എന്ന് പറയുന്ന ഒരു NGOയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 8 ഇന്ത്യ രാജ്യത്തെ പിടിച്ചുലക്കുന്ന രീതിയിൽ ലോകരാഷ്ട്രങ്ങളെ, ഇന്ത്യയെ ഉറ്റുനോക്കുന്ന, നമ്മുടെ ജനാധിപത്യ ക്രമത്തെ ഉറ്റുനോക്കുന്ന ജനങ്ങൾക്കിടയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിടുന്നത്. എന്താണ് ആ വാർത്ത? രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിൽ നടന്ന അതിഭീകരമായ അട്ടിമറിയാണ്, അതിഭീകരമായ വെട്ടിച്ചേർക്കലുകളാണ്. ആ വെട്ടിച്ചേർക്കലുകൾ വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന NGO നടത്തിയ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയത് ഇന്ത്യയിലെ 79 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ അർത്ഥത്തിലുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഈ അട്ടിമറി നടന്നു. ഈ 79 ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രത്യേകത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ വോട്ടുകൾ വെട്ടാനുള്ള അപേക്ഷകളുടെ പ്രളയം വന്നു. കർണാടകയിലെ അലന്ത് ജില്ലയിലെ അലന്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 3 പേരെ ഹാജരാക്കിയിട്ട് രാഹുൽ ഗാന്ധി ഇത് തെളിയിക്കുകയാണ്. കൽബുർഗി ജില്ലയിലെ അലന്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 3 പേരെ ഹാജരാക്കി. സൂര്യകാന്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സൂര്യകാന്തിൻ്റെ പേരിൽ 12 വോട്ടുകൾ വെട്ടാൻ കൊടുത്തിട്ടുണ്ട്. സൂര്യകാന്ത് ഇതറിയില്ല. ദയാബായി എന്ന് പറയുന്നൊരു വീട്ടമ്മ, അവരറിയില്ല, കമ്പ്യൂട്ടർ അറിയില്ല, ഓൺലൈൻ ആപ്ലിക്കേഷൻ അറിയില്ല. രാത്രി 4 മണിക്ക് ഫോം 5ഉം ഫോം 6 ഒക്കെ പൂരിപ്പിച്ചിട്ട് കൊടുത്ത രേഖകൾ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തിലെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ സമർപ്പിച്ചു. അങ്ങനെ വെട്ടിയ വോട്ടിൻ്റെ കണക്ക് 5 കോടിയാണ്. 5 കോടി വോട്ടുകളുടെ കൃത്രിമത്വമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS നടത്തിയത്, BJP നടത്തിയത്, സംഘപരിവാരത്തിൻ്റെ ആലോചനയിൽ നടന്നത്. ആ ആലോചനയിലൂടെ 5 കോടി വോട്ടുകൾ അട്ടിമറിച്ചതിലൂടെ സംഭവിച്ചത് 79 ഇന്ത്യ മുന്നണിയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP ജയിച്ചു എന്നതാണ്. ഈ അട്ടിമറി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ 293 സീറ്റോടുകൂടി NDA രാജ്യം ഭരിക്കുകയാണ്. 214 സീറ്റിൽ ഇന്ത്യ മുന്നണി പിന്നിൽ നിൽക്കുകയാണ്. ഇടക്കരയിൽ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരാണ്, പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവരാണ്. ഈ തെരുവുകളിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ പരിചയപ്പെടുത്തിയത് ദ പ്രപ്പോസ്ഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നതാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ നിർദ്ദിഷ്ട പ്രധാനമന്ത്രി. ഇന്ത്യ രാജ്യത്തിൻ്റെ നിർദ്ദിഷ്ട പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ഇവിടുത്തെ ലീഗുകാരും കോൺഗ്രസ്സുകാരുമല്ല, ഇവിടുത്തെ പൊതുസമൂഹം. ഞങ്ങൾ ഏതു സമയത്തും ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രതീക്ഷയോടെ കൈനീട്ടുമെന്നവരാണ്. ഈ സമ്മേളനം പോലും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്കുള്ള വിനയപൂർവമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അഭ്യർത്ഥനയും അപേക്ഷയുമാണ്.
ലീഗുകാരോട് വോട്ട് ചെയ്യാൻ, കോൺഗ്രസ്സുകാരോട് വോട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ സാഹസപ്പെട്ട് എടക്കരങ്ങാടിയിലെ ബസ് സ്റ്റാൻഡിൽ സമ്മേളനം നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് ഈ പന്തലിന് താഴെയിരിക്കുന്ന പാർട്ടിക്കാരോടല്ല, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഇവിടുത്തെ വ്യാപാരികൾ, ഇവിടുത്തെ പൊതുസമൂഹം, ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടന സാങ്കേതികത്വത്തിൻ്റെ ഓരം ചാർന്ന് നടക്കാത്ത മനുഷ്യരെ, നിങ്ങളോടാണ്, നിങ്ങളുടെ ഹൃദയങ്ങളോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ടാണ്. 1,00,000 വോട്ടിൻ്റെ പെരുപ്പത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തിണ്ണബലത്തിലും കൈക്കരുത്തിലുമല്ല, ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയിൽ പൊതിഞ്ഞ പിന്തുണയിലാണ് എന്ന് വിശ്വസിക്കുന്ന മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നേ എടക്കര പഞ്ചായത്തിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി, ഈ പഞ്ചായത്തിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ആ പ്രതീക്ഷയോടെ, ആ ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ അട്ടിമറി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എടക്കരക്കാരെ, നിങ്ങളുടെ വോട്ട് പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള വോട്ടാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 304ൻ്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് സോഫ്റ്റ്വെയറിൽ അട്ടിമറി നടത്തി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ സംവിധാനത്തെ RSSൻ്റെ ഫ്രാഞ്ചൈസി ആക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സർസംഘ് ചാലക് മോഹൻ ഭഗവതിൻ്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ ഈ കാണുന്ന ഉദ്യോഗസ്ഥന്മാർ, നമ്മളൊക്കെ സാധാരണ പ്രകടനം നയിക്കുമ്പോൾ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ്സൊക്കെ നമ്മൾ പറയാറുണ്ട്, പോലീസാണെങ്കിൽ, പോലീസിനുള്ളിൽ പോലീസിൻ്റെ കാക്കിയാണെങ്കിൽ നമ്മൾ അനുസരിക്കും, കാക്കിക്കുള്ളിൽ ഗുണ്ടയാണെങ്കിൽ നമ്മൾ അനുസരിക്കില്ല എന്ന് നമ്മൾ ജനാധിപത്യത്തിൽ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ചുമതലപ്പെട്ടിരിക്കുന്ന ബ്യൂറോക്രസി അവരുടെ ചുമതല വഹിക്കേണ്ടവരാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ RSSൻ്റെ കൊട്ടേഷൻ എടുക്കുന്നു എന്ന നിർഭാഗ്യം ഈ രാജ്യത്തിൻ്റെ മുന്നിലുണ്ട്. 5 കോടി വോട്ട് മറിച്ച ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ രാഹുൽ ഗാന്ധി നെഞ്ചുവിരിച്ചിരിക്കേണ്ടുന്ന ഒരു അന്തരീക്ഷം 2024ൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്ന് എടക്കരയിലെ മനുഷ്യരെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇതെന്തിനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാകുന്നത്? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഈ ഘട്ടത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സജീവ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളുടെ ആളുകൾ അനുഭവിച്ച ഒരു ഭീതിയും ഒരു ആശങ്കയും ഒരു ആദിയും SIR ആണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. ഇതേ SIR മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കാൻ ഈ സമയത്ത് കൊണ്ടുവരാൻ പറ്റൂല എന്ന് മഹാരാഷ്ട്രയിലെ സർക്കാർ പറഞ്ഞു. ഏതാ മഹാരാഷ്ട്രയിലെ സർക്കാർ? BJP ആണ്. BJPയുടെ ഗവൺമെൻറ്റാണ്. നരേന്ദ്രമോദി ഒരു ശാസന ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ശാസനയെ അക്ഷരം പ്രതി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഈ സമയത്ത് SIRൻ്റെ നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഈ തെരഞ്ഞെടുപ്പ് ഇത്രമേൽ സജീവമായി നിൽക്കുന്ന നേരത്ത് മുസ്ലിം ലീഗിൻ്റെ അഭിവന്ദനായ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒപ്പിട്ടിട്ടൊരു ഒരു പരാതി, ഒരു കംപ്ലൈൻറ്റ് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. എന്തായിരുന്നു ആ പെറ്റീഷൻ? SIR നടപടിക്രമങ്ങൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് പോകുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായി. പക്ഷേ പിണറായിയുടെ ഭരണകൂടം കുലുങ്ങിയില്ല. എന്തേ കുലുങ്ങാത്തത്? RSSൻ്റെ മുന്നിൽ നട്ടല് വളച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെയും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയും കണ്ടുകൊണ്ടാണ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതെങ്കിൽ ജനങ്ങളെ SIR എന്ന് പറയുന്ന ഭീതിയുടെ ഈ ആഴക്കയങ്ങളിലേക്ക് മലയാളിയെ തള്ളിയിട്ട RSSൻ്റെ ഭരണകൂടത്തിന് കയ്യൊപ്പ് ചാർത്തിക്കൊടുത്ത പിണറായി വിജയൻ്റെ ഭരണകൂടത്തെ പ്രതിരോധിക്കാനുള്ള പോരാട്ടത്തിന് നിങ്ങൾക്കിതാ അവസരം വന്നിരിക്കുന്നു. പൊതുജനങ്ങളെ, എടക്കരങ്ങാടിയിൽ നിങ്ങൾ പ്ലക്കാർഡ് പിടിക്കേണ്ട, പ്രകടനത്തിൽ പങ്കെടുക്കേണ്ട, ടയർ കത്തിക്കണ്ട, ഒരു സമരത്തിലും നിങ്ങൾ പങ്കെടുക്കേണ്ട. മൗനമായി നിങ്ങൾ തൊഴിൽ ചെയ്ത് കട നടത്തി നിങ്ങളുടെ ജോലി ചെയ്ത്, പക്ഷെ 11-ാം തീയതിയിലെ പ്രഭാതത്തിൽ 1 മുതൽ 19 വരെയുള്ള എടക്കര പഞ്ചായത്തിലെ വാർഡിൽ നിങ്ങൾ കോണിക്കും കൈപ്പത്തിക്കും വോട്ട് ചെയ്യുമ്പോൾ അത് ഈ വാർഡിലെ UDFൻ്റെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, SIRലൂടെ രാജ്യത്തെ RSSന് വഴങ്ങിക്കൊടുക്കുന്ന പിണറായി വിജയനെതിരെയുള്ള നിങ്ങളുടെ മനസ്സാക്ഷിയുടെ പ്രതികരണമാണ് 11-ാം തീയതി നടക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ പറ്റുമോ? എത്ര നിസ്സാരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുക. എന്തൊക്കെ വേഷം കെട്ടലുകൾ. ഞാനിവിടെ വരുമ്പോൾ
അഷ്റഫ് അലി വളരെ വിശദമായി സംസാരിച്ചു. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഹ്രസ്വമായി ഇവിടെ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വേഷം കെട്ടലുകൾ, ഓരോ തെരഞ്ഞെടുപ്പിലും മലപ്പുറത്ത് വിശേഷിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ അരാഷ്ട്രീയമാക്കുക എന്നത് CPM-ൻ്റെ അജണ്ടയാണ്. 19 വാർഡിൽ എനിക്ക് തോന്നുന്നില്ല 19 വാർഡിൽ 19ലും CPM അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന്. 1-2 വാർഡിൽ പരമാവധി 5-6 അല്ലേ, അതിനപ്പുറം അരിവാൾ ചുറ്റിക നക്ഷത്രം വെക്കാനുള്ള തൻ്റെ ഇടം ചുണ ഈ നാട്ടിലെ മാർക്സിസ്റ്റുകാരനില്ല എന്നതാണ്. ഞാൻ പറയാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടെങ്കിൽ അതൊരു ഔദ്യോഗിക ചിഹ്നമാണ്. പാമ്പ്, തേള്, പാറ്റ, തുമ്പി, കയ്യിൽ കാണുന്ന സകലമാന പ്രാണികൾ, അടുക്കളയിൽ കാണുന്ന സകലമാന പാത്രങ്ങൾ, അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചിഹ്നമായി മാറുന്ന ഒരു കാലത്ത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തി, നമ്മുടെ നിലപാടിനെ മുൻനിർത്തി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആളുകളൊക്കെ പലപ്പോഴും ഇപ്പോൾ CPM പോലും മാർക്സിസ്റ്റ് പാർട്ടി മലപ്പുറത്ത് പയറ്റുന്ന ഒരു തന്ത്രം, ഒന്നാമത്തെ വോട്ട് നമുക്ക് തന്നാളി, 2ഉം 3ഉം വോട്ട് അപ്പുറത്ത് കൊടുത്താളി എന്ന് സാധാരണ പറയാറുണ്ട്. അത് അവരുടെ ഒരു നാട്ടുമൊഴി പോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡസൻ മാറ്റർ. അതൊന്നും നമ്മൾ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതല്ല. അതൊരു ആചാര അനുഷ്ഠാനം പോലെ ആ ബൂത്തിൽ ചെല്ലുമ്പോൾ 3 ഞെക്കൽ ഞെക്കിയിട്ട് പോരുക എന്നുള്ളതാണ്. ജില്ലയും ബ്ലോക്കും ആർക്ക് കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷേ എടക്കരയിലെ പൊതുസമൂഹം അറിയേണ്ടത്, RSS അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സർസംഘ് ചാലക് മോഹൻ ഭഗവത് നാഗ്പൂരിൽ നിന്നെടുത്ത തീരുമാനപ്രകാരം അവർ രാജ്യത്തിൻ്റെ ഭൂപടത്തെ മേശപ്പുറത്ത് വെച്ചിട്ട് വരച്ചിരിക്കുന്ന അതിർത്തി ഏതാണെന്നറിയോ നിങ്ങൾ? പഞ്ചായത്തിൻ്റെ അതിർത്തിയല്ല, വാർഡിലെ അതിർത്തിയല്ല, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ്. ബ്ലോക്ക് പഞ്ചായത്തൊന്നും നമ്മൾ മൈൻഡാക്കാറില്ല, അതൊക്കെ ആരെങ്കിലും ജയിച്ചോട്ടെ എന്നൊരു മൂടല്ലേ. ബ്ലോക്ക് പഞ്ചായത്തിന് RSS വരയിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണ് RSSന് ബ്ലോക്കിനോട് ഇത്ര താല്പര്യം? PM ശ്രീ പ്രൊജക്റ്റാണ്. PM ശ്രീ പദ്ധതിയിലൂടെ രാജ്യത്ത് RSSൻ്റെ സ്കൂൾ നടപ്പിലാക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു ബ്ലോക്ക് ഏരിയയിലെ ഡിവിഷനിലെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാ പറയണത്. അങ്ങനെ പറയുമ്പോൾ 354 സ്കൂള് കേരളത്തിൽ PM ശ്രീ പദ്ധതി വഴി RSSന് പിണറായി വിജയൻ എഴുതി കൊടുത്തു, ഒപ്പിട്ട് കൊടുത്തു. ആ ഒപ്പിട്ട് കൊടുത്ത RSSൻ്റെ ഡീലിൽ നരേന്ദ്രമോദിയുടെ അടുക്കളയിലെ പ്രഭാത ഭക്ഷണത്തിന് പോയി സൗഹൃദ ചർച്ച നടത്തിയിട്ട് കേരളത്തിലേക്ക് മോഡിക്കും അമിത്ഷാക്കും RSSനും പാലമിട്ട് കൊടുത്ത മധ്യസ്ഥൻ്റെ ഒറ്റുകാരൻ്റെ പേര് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവിൻ്റെ സമയത്താണ് RSSുമായി നടത്തുന്ന RSSനായിട്ടുള്ള ഡീല് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പൂരം കലക്കി തുടങ്ങിയതാണ്. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള അവസരം കൊടുത്ത് തുടങ്ങിയതാണ്. കേരളത്തിൻ്റെ പോലീസിനെ മുഴുവൻ RSSൻ്റെ ശാഖയാക്കുന്ന തലത്തിൽ ഇവിടുത്തെ കാര്യവാഹും പ്രാന്തപ്രമുഖും ശാരീരിക ശിക്ഷകുമൊക്കെ എഴുതി കൊടുക്കുന്ന കുറിപ്പടി പ്രകാരം കേരളത്തിൻ്റെ പോലീസ് പ്രവർത്തിക്കുന്നു എന്ന നിർഭാഗ്യം ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ ഡീലിൻ്റെ പിന്നിലെ മീഡിയേറ്റർ ആരാണ്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിണറായിക്കതിന് നേരണ്ടാവില്ലല്ലോ, മന്ത്രിമാർക്കതിന് സമയമില്ലല്ലോ, ഗോവിന്ദൻ മാഷക്ക് തീരെ സമയമില്ലല്ലോ. അപ്പോൾ ആരാണിതിൻ്റെ മീഡിയേറ്റർ? ഇവിടുത്തെ എടക്കരയിലെ പൊതുസമൂഹമേ, കേരളത്തിൻ്റെ മണ്ണിനെ, മനസ്സിനെ, നാരായണ ഗുരുവിൻ്റെ ഈ നാടിനെ, യവൂ പ്രാസ്യമ്മയുടെ ചാവറയച്ചൻ്റെ ഈ നാടിനെ, മഹാനായ മമ്പുറത്തെ തങ്ങളുടെ നവോത്ഥാന പൈതൃകത്തിൻ്റെ ഈ നാടിനെ ഒറ്റിക്കൊടുക്കുന്നത്, ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ സമര പോരാട്ടങ്ങൾ നടന്ന ഈ നാടിനെ, ആധുനിക നവോത്ഥാന കേരളത്തെ RSSൻ്റെ കാക്കി ട്രൗസറിന് കുറുവടിക്ക് വേണ്ടി ഒറ്റുകൊടുക്കുന്ന മീഡിയേറ്റർ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന CPM-ൻ്റെ രാജ്യസഭാംഗമാണ്. 11-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എടക്കരയിലെ 1-ാം വാർഡിലെ പാലം നന്നാക്കാൻ, 2-ാം വാർഡിലെ തോട് നന്നാക്കാൻ, 3-ാം വാർഡിലെ അങ്കനവാടി നന്നാക്കാൻ, 4-ാം വാർഡിലെ സ്കൂള് നന്നാക്കാൻ, 5-ാം വാർഡിലെ റോഡിൻ്റെ കുഴിയടക്കാൻ, അങ്ങനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയാസൂത്രണപ്രകാരം വിതരണം ചെയ്യുന്ന ആടും കോഴിയും വീട്ടുകാർക്ക് കിട്ടുന്ന ഏർപ്പാടിൻ്റെ പേരാണ് എന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ചുരുക്കി കെട്ടുന്നവരുണ്ടോ? എങ്കിൽ അവരോട് പറയണം, എടക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വണ്ടി ഈ എടക്കര അങ്ങാടിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ മുന്നിലൊരു ബോർഡുണ്ട്. എന്താണ് ആ ബോർഡ്? LSGD എന്നാ പറയാ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ സമ്മേളനം ശ്രദ്ധിക്കുന്ന പൊതുസമൂഹമേ, നാളെയും കഴിഞ്ഞ് മറ്റന്നാളെ പുലർന്നാൽ, അടുത്ത ദിവസം 11-ാം തീയതി പുലർന്നാൽ
നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയ നിങ്ങളുടെ വാർഡിലെ നിങ്ങൾക്കെന്തോ സോഫ്റ്റ് കോർണറുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അലസമട്ടിൽ വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. എടക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു സർക്കാർ രൂപീകരിക്കുന്ന പ്രക്രിയയിൽ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ. ആ ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുക. ആ ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ RSSന് ബ്ലോക്ക് ഡിവിഷനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് ബ്ലോക്ക് ഡിവിഷനിൽ PM ശ്രീ സ്കൂൾ വരികയാണ്. എന്താ PM ശ്രീ സ്കൂള്? ഇവിടുത്തെ ഹൈസ്കൂളിൻ്റെ പേരെന്താ? എടക്കര ഗവൺമെൻറ് സ്കൂൾ അല്ലേ? എടക്കര ഗവൺമെൻറ് സ്കൂള്. അത് ആര് ഭരിച്ചാലും എടക്കര ഗവൺമെൻറ് സ്കൂളാണ്. പക്ഷെ RSS പറയുന്നു പോരാ, ആ സ്കൂള് ഞങ്ങളെ സ്കൂളാക്കണം. എടക്കര ഗവൺമെൻറ് സ്കൂള് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി RSS റാഞ്ചിയെടുത്താൽ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്താൽ അത് കൊണ്ടുപോകും. നമുക്ക് അതിൻ്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതിൻ്റെ സിലബസിൻ്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. പക്ഷേ ആ കസ്റ്റോഡിയൻ്റെ അധികാരം ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുന്നു നരേന്ദ്രമോദിക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എടക്കര ഗവൺമെൻറ് സ്കൂളിൻ്റെ പേര് മാറാൻ പോവാണ്. ഈ PM ശ്രീ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ടേമിൽ ഒന്നതാണ്, സ്കൂളിൻ്റെ പേരുമാറ്റം. ഇവർ പേരുമാറ്റത്തിൻ്റെ ആൾക്കാരാണ്. ഞാൻ ഇന്നലെ സുൽത്താൻ ബത്തേരിയിലേന്ന്, അവിടെ ഗണപതി വട്ടമാണ്. RSS സുൽത്താൻ ബത്തേരി പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ റോഡ് എന്നാക്കാനല്ല, ഓർക്ക് പേര് മാറ്റില്ല, ഓൻ്റെ ഒരു സൊക്കടാണ്. അങ്ങനെ ഗവൺമെൻറ് സ്കൂളിന് PM ശ്രീ എടക്കര ഗവൺമെൻറ് സ്കൂൾ എന്ന് പേര് മാറും. പേര് മാറുക മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ മുഖവും ആ സ്കൂളിൻ്റെ ഛായാചിത്രത്തിൽ സ്കൂളിൻ്റെ സൈൻ ബോർഡിൽ കയറാൻ പോവാണ്. അങ്ങനെ എന്താണ് ഈ സ്കൂൾ വന്നു കഴിഞ്ഞാൽ ജനഗണമനക്ക് പ്രകാരം RSSൻ്റെ ഗണഗീതം പാടാൻ പോവാണ് സ്കൂളിൽ. തീർന്നില്ല. ഗുജറാത്തിലെ പാഠപുസ്തകത്തിൽ ഒരു സാമ്പിൾ ചോദ്യം നമ്മളൊക്കെ കേട്ടതാണ്. മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പാഠപുസ്തകത്തിലെ കാക്കൊല്ല പരീക്ഷയുടെ ചോദ്യമാണ്. മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ബ്രാക്കറ്റിൽ തൂങ്ങി മരിച്ചതാണ്. ഓപ്ഷൻ A. ഓപ്ഷൻ B വിഷം കുടിച്ചു മരിച്ചതാണ്. ഓപ്ഷൻ C ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചതാണ്. ഓപ്ഷൻ D ഞരമ്പ് പൊട്ടിച്ചു മരിച്ചതാണ്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കണം. ചോദ്യത്തിൽ തന്നെ ഒരു കാര്യം ഓല് തീരുമാനിച്ചിട്ടുണ്ട്, മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരൻ്റെ ടൗസറിൽ നിന്നെടുത്ത തോക്കിൻ്റെ കാഞ്ചി വലിച്ചപ്പോൾ പാഞ്ഞുപോയ വെടിയുണ്ടയിൽ ഹേ റാം എന്ന് അവസാനത്തെ മന്ത്രം ഉച്ചരിച്ച് പിടഞ്ഞൊടുങ്ങിയ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ സനാതന ഹിന്ദു ആരെന്ന ചോദ്യത്തിന്, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ പ്രതീകം ആരെന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയെ കൊന്നത് RSS എങ്ങനെ? അപ്പം നമ്മൾ പറഞ്ഞു ഗുജറാത്തിലല്ലേ, അഹമ്മദാബാദിലല്ലേ എന്ന് പറഞ്ഞു. ഇടക്കരക്കാരെ ഗാന്ധിജി തൂങ്ങി മരിച്ചതാണോ, ഗാന്ധിജി വിഷം കഴിച്ചത് മരിച്ചതാണോ, ഗാന്ധിജി ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തതാണോ എന്ന ചോദ്യപേപ്പർ നിങ്ങളുടെ എടക്കരയിലെ ഗവൺമെൻറ് സ്കൂളിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? എങ്കിൽ അത് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോവുകയാണ്. PM ശ്രീ പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളുടെ മുറ്റത്ത് RSSൻ്റെ ശാഖ നടക്കാൻ പോവുകയാണ്. അത് നടക്കുന്ന സമയത്ത് അന്തസ്സോടെ പ്രതിരോധിക്കേണ്ടതിന് പകരം പ്രതിരോധിച്ചില്ലേ? തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞു നടക്കൂല. മക്കൾ ശിക്ഷാ ബോർഡ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിൻ്റെ സ്വന്തം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് RSSനോട് പറഞ്ഞു 1000 കോടിയല്ല 1000 കോടി നമുക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് കേരളം ഒപ്പിട്ട് കൊടുത്തു എന്നാണ്. ഒറ്റുകൊടുത്തു എന്ന് പറ. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് ഒറ്റുകൊടുക്കലാണ് സഖാക്കളെ. തമിഴ്നാടിൻ്റെ സ്റ്റാലിൻ പറഞ്ഞു 1000 അല്ല 10,000 കോടി ഞങ്ങൾക്ക് തരൂല്ല എന്ന് പറഞ്ഞാലും RSSൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അക്ഷരവിദ്യയുടെ അമ്മിഞ്ഞപ്പാല് നുകരുന്ന പിഞ്ചോമനകളുടെ മനസ്സിലേക്ക് വെറുപ്പിന്റെ വൈറസ് പകർത്തിക്കൊടുക്കുന്ന ഈ പാഠപുസ്തകങ്ങളെ ദ്രാവിഡ മണ്ണ് സ്വീകരിക്കില്ല എന്ന് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞപ്പോ അവിടെ ബംഗ്ലയുടെ മണ്ണില്, ബംഗാളിന്റെ മണ്ണില് ദീദി പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ബംഗ്ല എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടാക്കിയവർ. കർണാടക ചെയ്തത് എന്താണെന്നറിയോ നിങ്ങൾ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഒരു സ്റ്റെപ്പും കൂടി മുന്നിൽ നിന്ന് അവർ പറഞ്ഞത് NEPയുടെ ഭാഗമായി നിങ്ങൾ ഇതിൻ്റെ ഭാഗം ഒപ്പിടണമെന്നാണ്. വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ഇത് NEPയുടെ ഭാഗമാണ്, ലീഗ് കോൺഗ്രസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കർണാടക പറഞ്ഞു NEP ആണോ പ്രശ്നം? എങ്കിൽ ഞങ്ങൾ ആ NEPയും ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിരിക്കുന്നു. ഞങ്ങൾ KEP ആണ്. എന്താ KEP? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് സമാന്തരമായി കർണാടക എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കിയവർ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് നിങ്ങൾ RSSൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് കടത്താൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ കർണാടക എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് ഞങ്ങളതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞത് കർണാടകയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണകൂടമാണ്. ഇടക്കരക്കാരെ,
11-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോണീൻ്റെ മുമ്പേ നിങ്ങളെ വാർഡിൽ മത്സരിക്കുന്നത് ആരാണ്? എളാപ്പ, മൂത്താപ്പ, അമ്മോന്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇമ്മാതിരി സോഫ്റ്റ് കോർണറൊക്കെ വരും. പെണ്ണുങ്ങളെ കെട്ടിയ നാത്തൂൻ്റെ അഞ്ചത്തിൻ്റെ മോന്, അതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമായിട്ട് വരാറുണ്ട്. ഈ തിരഞ്ഞെടുപ്പിലൊന്നുമില്ല. ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഫൈസൽ ബാബു VK, അതിൻ്റെ ബ്രാക്കറ്റിൽ IUML നാഷണൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി. അപ്പോൾ എനിക്ക് 2 അഡ്രസ്സാണ്. ഏതാ ഈ VK? വലിയ കണ്ടത്തിൽ. അതെൻ്റെ ഫാമിലിയാണ്, എൻ്റെ തറവാടാണ്. ഏതാ IUML നാഷണൽ സെക്രട്ടറി? അതെൻ്റെ ഇമോഷണൽ ഫാമിലിയാണ്, അതെൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ തറവാടാണ്. 11-ാം തീയതി വരെ ഞാൻ വലിയ കണ്ടത്തിൽ എന്ന് പറഞ്ഞ തറവാട് മറന്നേക്കണം. ഒറ്റ തറവാടേ ഉള്ളൂ. അത് IUML ആണ്, അത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതൊരു തത്വമാണ്. അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 20-ാം വാർഡിൽ എൻ്റെ വലിയ കണ്ടത്തിൽ തറവാട്ടിൽ നിന്ന് എളാപ്പ മത്സരിച്ചാൽ ഞാൻ എളാപ്പാക്കെതിരെ നിൽക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എളീമ മത്സരിച്ചാൽ എളീമാനെ തോൽപ്പിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. അമ്മോനും അമ്മായിക്കാക്കും എന്നെ സ്വാധീനിക്കാൻ വന്നാൽ ഞാൻ അതിന് വഴങ്ങൂല എന്നല്ല അതിനർത്ഥം. അതൊക്കെ ചെറിയ അർത്ഥമാണ്. എൻ്റെ വലിയ അർത്ഥം എന്താ? വലിയ കണ്ടത്തിൽ തറവാട്ടിൽ നിന്ന് എൻ്റെ സാക്ഷാൽ എൻ്റെ വാപ്പയാണ് ലീഗിനും കോൺഗ്രസിനും കൈപ്പത്തിയെയും കോണിയെയും ഒറ്റുകൊടുക്കാൻ വേണ്ടി അപ്പുറത്ത് നിൽക്കുന്നതെങ്കിലും വാപ്പ നിങ്ങളെ ഞാൻ മറന്നേക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെടമാണ്. അതിൻ്റെ പേരാണ് നിലപാട്. അതുകൊണ്ടൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിലപാടാണ്. വേണ്ടണം എന്നൊരു പരിപാടിയില്ല. വേണമല്ലെങ്കിൽ വേണ്ട. ഇത് പറയാൻ പറ്റുമോ? ഇത് എടക്കരയിലെ അങ്ങാടിയിലെ സാധാരണ നാട്ടുകാർക്ക് നഷ്ടപ്പെടുന്നു എന്നതല്ല ഞങ്ങളുടെ വാദം. ഇത് കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന അഭിപ്രായവും ആരോപണവുമാണ് ഞങ്ങൾ ഈ സമയത്ത് മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് വാഴപ്പിണ്ടി നട്ടലിൻ്റെ സ്ഥാനത്ത് വെച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ജനങ്ങളെ നിങ്ങൾ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടിട്ട് എന്തു കാര്യം? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കണ്ടിട്ട് എന്തു കാര്യം? ഈ രാജ്യത്തൊരു പ്രതിരോധത്തിൻ്റെ ഫലപ്രദമായൊരു പ്രതിരോധത്തിൻ്റെ ഒരടയാളമാണ് നിങ്ങളുടെ കയ്യിൽ പുരളാൻ പോകുന്ന ജനാധിപത്യത്തിൻ്റെ മഷിയെന്ന് നിങ്ങൾക്ക് ബോധ്യം വേണം. അതുകൊണ്ട് സോഫ്റ്റ് കോർണറൊക്കെ മറക്ക്. എല്ലാ ആത്മബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സൗഹൃദ ബന്ധങ്ങളെയും വാർഡിൽ കണ്ട് പരിചയിച്ച മുഖങ്ങളുടെ സകലമാന സോഫ്റ്റ് കോർണറിനെയും മറന്നിട്ട് രാഷ്ട്രീയം മാത്രം മനസ്സിലാലോചിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് എന്ന് വളരെ ഗൗരവത്തോടെ ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാമത്തെ വിഷയം റോഡും തോടും പാലവുമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വികസനത്തിൻ്റെ വിഷയം പ്രധാനമാണ്. അത് രണ്ടാമത്തേതാണ്. ഒന്നാമത്തെ വിഷയം എന്താണ്? ഈ എടക്കര അങ്ങാടിയിലെ ഹിന്ദുവിന്, ഈ എടക്കരയിലെ മുസ്ലിമിന്, ഈ എടക്കരയിലെ ക്രിസ്ത്യാനിക്ക്, ഇവിടുത്തെ മുനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കോലികൾക്ക്, ഇവിടുത്തെ കുരിശുനാദത്തിന് ഇത് ഡിസംബർ മാസമാണ്. ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ്. ഞാൻ ഈ വരുന്ന വഴി ഈ മലയോര പ്രദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സഹോദരന്മാരുടെ നാടാണ്. ഇതാ ക്രിസ്മസിൻ്റെ നക്ഷത്ര വിളക്കുകൾ കണ്ണി ചിമ്മി തുറക്കുന്ന സന്ദർഭമാണ്. ക്രിസ്മസിൻ്റെ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവതയുടെ മനോഹരമായ സന്ദേശം ലോകത്ത് വിളംബരം ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഈ നാട് എന്താണ് ക്രൈസ്തവതയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ? ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ 365 ദിവസവും ക്രിസ്മസ് ആകട്ടെ. ഓരോ മനുഷ്യൻ്റെയും ഹൃദയങ്ങൾ പുൽക്കൂടാകട്ടെ. ആ മനുഷ്യ ഹൃദയം എന്ന് പറയുന്ന പുൽക്കൂട്ടിൽ നന്മയുടെ പ്രതീകമായ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ഓരോ പ്രഭാതത്തിലും സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഡിസംബറിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് ആകാശത്ത് വിശുദ്ധ റമദാന്റെ പൊന്നമ്പിളി മാനത്ത് തെളിയുന്ന നേരമാണ്. ഇപ്പുറത്ത് നമ്മൾ ഓണം ആഘോഷിച്ച് നമ്മുടെ പരിസരങ്ങളിലെ പൂക്കളത്തിന്റെ മനോഹരമായ ചിത്രങ്ങളെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുമ്പോൾ ഈ തെരുവുകളിൽ വിളക്ക് കത്തിച്ചു നിൽക്കുന്ന മനോഹരമായ ക്രിസ്മസിന്റെ നക്ഷത്ര വിളക്കുകൾ കാണുമ്പോൾ, അതും കഴിഞ്ഞ് വിശുദ്ധ റമദാന്റെ രാപ്പകലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ അജണ്ട ഈ റമദാൻ നിലാവിന് കാവൽ നിൽക്കലാണ്. ഈ ക്രിസ്മസിന്റെ നക്ഷത്ര വിളക്കുകൾക്ക് കാവൽ നിൽക്കലാണ്. ഈ ഓണത്തിന് നമ്മൾ വിരിച്ചു വെച്ചിരിക്കുന്ന പൂക്കളിലേക്ക് വെറുപ്പിന്റെ വൈറസുകൾ കടന്നാക്രമിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് മുഹബ്ബത്ത് കി ദുഖാൻ എന്നതാണ്. അതുകൊണ്ട് എടക്കരയിലെ ഗ്രാമപഞ്ചായത്തിന്
ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു അജണ്ടയില്ല. ഈ ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിലേൽപ്പിച്ചാൽ ഈ അങ്ങാടിയിലെ ഒരു ഹിന്ദുവും മുസ്ലിമിനെതിരെ വിദ്വേഷത്തോടെ നോക്കൂല, ഈ അങ്ങാടിയിലെ ഒരു മുസ്ലിമും ക്രിസ്ത്യാനിക്കെതിരെ വിദ്വേഷത്തോടെ നോക്കൂല, ഈ അങ്ങാടിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിനും ഒരു മണിക്കൂർ പോലും മതസംഘർഷത്തിന്റെ പേരിൽ കടകൾ അടക്കേണ്ടി വരില്ല വ്യാപാരികളെ എന്നതാണ് കരൾ കയ്യിലെടുത്ത് കൽബ് കയ്യിലെടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു നാടിന്റെ ശ്വാസോച്ഛ്വാസം എന്താണ്? ഒരു നാടിന്റെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് അംഗൻവാടിയിലെ ചോറല്ല, റോഡും തോടും പലവുമല്ല, പിന്നെയോ ആ നാട്ടിലെ മനുഷ്യരാണ്. ജാതി ഭേദം മതദ്വേഷം ഇല്ലാതെ ഏതുമേവരും സോദരത്തേന വാഴുന്ന മാതൃക സ്ഥാനമായി ഈ എടക്കരയുടെ നാടിനെ മാറ്റണം. എങ്കിൽ നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ മുഹബ്ബത്ത് കി ദുഖാൻ ഈ രാജ്യത്തിന്റെ ടെർമിനോളജിയായി, രാജ്യത്തിൽ അംഗനവാടി കുട്ടിയുടെ വൊക്കാബുലറിയുടെ പദസമ്പത്തിലെ ആദ്യ വാക്കായി മുഹബ്ബത്ത് കി ദുഖാൻ, നഫ്രത്ത് കി ബസാർ. ഈ രാജ്യത്ത് രണ്ട് രാഷ്ട്രീയമേ ഉള്ളൂ. മനുഷ്യരും സംഘികളും തമ്മിലുള്ള പോരാട്ടമാണ്, RSSും മതേതരവാദികളും തമ്മിലുള്ള പോരാട്ടമാണ്, വെറുപ്പും സ്നേഹവും തമ്മിലുള്ള പോരാട്ടമാണ്, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമാണ്, മുഹബ്ബത്തും നഫ്രത്തും തമ്മിലുള്ള സംഘർഷമാണ്. മുഹബ്ബത്ത് കി ദുഖാൻ, നഫ്രത്ത് കി ബസാർ. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പ്രസക്തമാണ്. രാഹുൽ ഗാന്ധി ഞാൻ പ്രധാനമന്ത്രിയായാൽ ഇന്ത്യ രാജ്യത്ത് തുടങ്ങി വെക്കാൻ പോകുന്ന കട മുഹബ്ബത്ത് കി ദുഖാനാണ് എന്ന് പറയുമ്പോൾ ഒന്നാം വാർഡിലെ പ്രിയപ്പെട്ട മിനി, രണ്ടാം വാർഡിലെ സജിത, മൂന്നാം വാർഡിലെ ജോർജ്, നാലാം വാർഡിലെ ദീപ, അഞ്ചാം വാർഡിലെ ആന്റണി, ആറാം വാർഡിലെ സരള, ഏഴാം വാർഡിലെ ഐഷക്കുട്ടി, തസ്ലീമ, ജസ്ന, സുലൈമാൻ, സമീർ, പുഷ്പവല്ലി, ഉനൈസ്, സെറീന, അബ്ദുൾ റസാഖ്, രാധിക, ഷിഫ്ന, എം ചന്ദ്രബാബു 19 UDF-ന്റെ 19 ബറ്റാലിയന്റെ മുന്നിലിരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇവരുടെ കയ്യിലേൽപ്പിക്കുന്നത് ജനകീയാസൂത്രണത്തിന്റെ പദ്ധതികളെ നിങ്ങൾ സംരക്ഷിക്കണം എന്നത് മാത്രമല്ല, ഈ എടക്കര അങ്ങാടിയിലെ സ്നേഹത്തിന്റെ അന്തരീക്ഷത്തെ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കേണ്ടത് പഞ്ചായത്തിന്റെ ബാധ്യതയാണ്, ഗ്രാമപഞ്ചായത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒന്നാമത്തെ അജണ്ട ഹാർമണിയാണ്, ഇഷ്കാണ്, മുഹബ്ബത്താണ്, സ്നേഹമാണ് എന്നീ നാട്ടിലെ ജനങ്ങളോട് പറയാണ്. അതുണ്ടെങ്കിലേ ചെങ്ങയെ റോഡ് ടാർ ചെയ്യുമ്പോൾ, സഹോദര പാലുണ്ടാക്കുമ്പോൾ, സുഹൃത്തെ അംഗനവാടി നന്നാക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട പൊതുജനങ്ങളെ ഇവിടുത്തെ സ്കൂള്, കുടിവെള്ളം, ഈ വെളിച്ചം, ഈ ആരോഗ്യ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ പെരേന്ന് പുറത്തിറങ്ങണ്ടേ. എടക്കരയുടെ തെരുവിൽ ഈ നാട്ടിൽ നരേന്ദ്രമോദി ഇതൊക്കെ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ഞാൻ വരുന്നത് എഡ്രിക്കോട്ട് നിന്നാണ്. എന്നെ അഷ്റഫ് അലി യോഗത്തിലേക്ക് വിളിക്കുമ്പോൾ, കമാൽ മാഷ് പുറപ്പെട്ടോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പുറപ്പെട്ടു വരുന്നത് കോഴിച്ചെന്നൈയിലെ പട്ടാള ക്യാമ്പിൽ നിന്നാണ്. ഞാൻ കടന്നു വരുമ്പോൾ മലപ്പുറത്തൊരു പരിപാടിയിൽ ഐഷാബാനു ജില്ലാ പഞ്ചായത്ത് കാൻഡിഡേറ്റിന്റെ വാക്ക് വിത്ത് പ്രോഗ്രാം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ എവിടെ വരണം എന്ന് ചോദിച്ചപ്പോൾ സംഘാടകർ എന്നോട് പറഞ്ഞത് പൂക്കോട്ടൂർ ഗേറ്റിന്റെ മുന്നിൽ വാ എന്നാ പറഞ്ഞത്. പൂക്കോട്ടൂർ യുദ്ധസ്മാരകം. ഇവിടെ വരുമ്പോൾ പാണ്ടിക്കാട്ട പട്ടാള ക്യാമ്പുണ്ട്. ഈ പട്ടാള ക്യാമ്പിലെ പട്ടാളക്കാരൊക്കെ കോൺഗ്രസ് ഭരിച്ച കാലത്ത്, ലീഗ് ഭരിച്ച കാലത്ത്, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലത്ത്, ഇ അഹമ്മദ് വിദേശകാര്യമന്ത്രിയായ കാലത്ത്, കുഞ്ഞൂഞ്ഞ് നമ്പർ 1ഉം കുഞ്ഞാപ്പ നമ്പർ 2വുമായി കേരളം ഭരിച്ച കാലത്ത് ഈ പട്ടാളത്തിന്റെ പണി കിണറ്റിലെ പെരിച്ചായിനെ പിടിക്കലും, എലി ചത്തതിനെ പിടിക്കലും, പെരുമ്പാമ്പിനെ പിടിക്കലുമാണ്. പക്ഷേ മലപ്പുറത്തെ പട്ടാള ക്യാമ്പിലെ റിസർവ്ഡ് ഫോഴ്സ്, ആംഡ് ഫോഴ്സ്, അവരുടെ തോക്കിൽ ഉണ്ടെന്നിറക്കുന്ന സന്ദർഭമാണിത്. SIRൽ നിന്ന് പുറത്തായാൽ എടക്കരയിലെ ജനങ്ങളെ നല്ലോണം കേൾക്കണേ. SI അഭിവന്ദനായ നമ്മുടെ MLA പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പുട്ടിയക്ക വേദിയിലെത്തിയിട്ടുണ്ട്. സുസ്വാഗതം. എടക്കരയിലെ തൊഴിലാളി ഹോട്ടലിൽ നിന്ന് നല്ല ബീഫ് കിട്ടും. നിങ്ങളെ മുത്തേട എനിക്കറിയാം, കാരപ്പറമ്പ്, നിങ്ങളെ കാരപ്പറമ്പ് സകല സംഭവം അറിയാം. ഞാനിവിടെ എത്ര ദിവസം പാർത്ത് ആലിക്കുട്ടി ഹോട്ടലിൽ. നിങ്ങളുടെ ഈ എടക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയദേശമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ സുനീർ എന്ന് ഇന്നെ വന്ന് നിങ്ങളുടെ കൂട്ടി പിടിച്ചു. അവൻ്റെ ടേക്ക് 1. എനിക്ക് പരസ്യമാണെങ്കിൽ ഒരു കുപ്പായം ഫ്രീ ആയിട്ട് തരണേ. ഇത് ഓൻ്റെ കുപ്പായാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ബാപ്പുട്ടിയാക്കാനെ ജയിപ്പിക്കാനുള്ള കൈകോർത്ത് പിടിക്കലിൽ
ഈ നാട് ഒന്നിച്ചു നിന്നപ്പോൾ നിങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഞങ്ങൾ വന്ന് പാർത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൽപ്പകഞ്ചേരിയിലെ 20-ാം വാർഡിലെ ഇടവഴികൾ എത്രമേൽ പരിചിതമാണോ അത്രമേൽ കാരപ്പറമ്പും മുത്തേടും തൊഴിലാളി ഹോട്ടലും നിങ്ങളുടെ ചായക്കടയൊക്കെ എനിക്ക് പരിചയമാണ്. എടക്കര എല്ലാവരും ഈ സദസ്സിലേക്ക് കയറിയിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വേണുഗോപാൽജി ഈ വേദിയിലേക്ക് വരികയാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ആത്മബന്ധമുള്ളൊരു പ്രദേശം. അവിടേക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നു. എന്തായിരുന്നു ഇവിടെ, എന്ത് പുകിലായിരുന്നു ഇവിടെ അല്ലേ? കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരം വരെ മനുഷ്യമതിലായിരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഓട്ടോ എനിക്കായിരുന്നു. ഭാഷാപോഷണിയിലെ ശുദ്ധ മലയാളത്തിലേക്ക് എന്തോ ഒരു വർത്തനയിന്ന് ഓരൊക്കെ ഇവിടെ നാട്ടുകാർക്ക് പോലും ആ സാധുവിനെ അറിയില്ല. എനിക്ക് പാവട്ടിയൊക്കെ ജയിക്കുന്ന ഉറപ്പായതാ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ നാട്ടിൽ ഓട്ടോ ഡ്രൈവറാണ്. ഓനെ നമ്മളിവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്മേൽ ഞാൻ ഉറപ്പിച്ചു, ഒരു സർവേ ഇല്ലാത്തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു ഇവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിച്ചു കയറുമെന്ന്. ഐക്യജനാധിപത്യ മുന്നണിയെ ഹൃദയത്തിൽ സ്വീകരിച്ച നാടാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പൊന്നാപുരം കോട്ടയാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ അങ്ങനൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ ജനങ്ങളെടുത്തുള്ളതാണ്. അതൊക്കെ അഹങ്കാരത്തിൻ്റെ അഹങ്കാരമായിട്ട് പറയല്ല, അതൊരു രസത്തിന് പറയുന്നതാണ്. പക്ഷെ ജനം കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് അഹങ്കാരമാവും. അതുകൊണ്ട് ഞങ്ങൾ 19 വാർഡ് ഇവിടെ ഉള്ള ഈ പഞ്ചായത്തിൽ ഭരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇനി ജനങ്ങളുടെ കോടതിയിലാണ്. ജനങ്ങളോട് പറയാണ്, കഴിഞ്ഞ ടേം ഇടക്കര ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ സ്നേഹത്തിലാണ്, നിങ്ങളുടെ ഔദാര്യത്തിലാണ്. ആ ഔദാര്യവും സ്നേഹവും കനിവും വീണ്ടും ഉണ്ടാകണേ എന്നാണ് ഞങ്ങളുടെ ഈ പന്തലിലെ സമ്മേളനം. അങ്ങനെ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നിലപാട് പറയണം. ഈ രാജ്യത്തിലെ ആംഡ് ഫോഴ്സ്, ഇവിടുത്തെ സായുധ പട്ടാളം, പ്രിയപ്പെട്ട വേണുഗോപാൽജി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതികായൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന പ്രിയപ്പെട്ട വേണുഗോപാൽജി ഈ വേദിയിലേക്ക് വരികയാണ്. DCCയുടെ പ്രസിഡന്റ്, യുവരക്തം, നമ്മുടെ പ്രതീക്ഷയായ ഈ നാടിൻ്റെ മാനസപുത്രനായ VS ജോയിയും പ്രിയപ്പെട്ട വേണുഗോപാൽജിയെ അകമ്പടി സേവിക്കുന്നുണ്ട്. ഒരു പക്ഷേ എടക്കരക്കാരെ നിങ്ങൾ പ്രിയപ്പെട്ട AP അനിൽകുമാർ MLA-യും ഒപ്പമുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ KC വേദിയിലിരിക്കുമ്പോൾ എടക്കരയിലെ എൻ്റെ പ്രിയപ്പെട്ട ജനാവലി അറിയേണ്ടത്, UDFൻ്റെ കേരളത്തിലെ നേതാവല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഓരം ചേർന്ന് വേണുഗോപാൽജി നടക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനമാണ്. ഈ നാടിൻ്റെ ഒരു പുത്രനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഖദറിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സേവകനായി നായകനായി നടന്നൊരു മനുഷ്യൻ, AICCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്ന, നയം തീരുമാനിക്കുന്ന, ഇന്ത്യ മുന്നണിയുടെ വ്യത്യസ്ത കക്ഷികളുടെ സങ്കീർണതകളുടെ കെട്ടഴിക്കുന്ന അധ്യക്ഷത്തിൻ്റെ കസേരയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരിക്കുന്ന ഒരാൾ KPCCയിലെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവാണ് എന്നറിയുമ്പോൾ, എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്രമേൽ അഭിമാനമാണ്. ഞാൻ എടക്കരയിലെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്, KCയെ പോലൊരു നേതാവിന് കേരളത്തിൽ എത്ര ഹെക്ടിക് ഷെഡ്യൂളായിരിക്കും. ആ ഹെക്ടിക് ഷെഡ്യൂളിനിടയിൽ ലാസ്റ്റ് നൈറ്റ് എവിടെ കൊടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ തീരുമാനിച്ചപ്പോൾ അത് എടക്കരയിലെ ബസ് സ്റ്റാൻഡിലെ പൊതുസമൂഹത്തോട് സംസാരിക്കാനാണ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ പ്രാധാന്യം നമ്മുടെ മുന്നിൽ വളരെ പ്രാധാന്യത്തോടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക. തള്ളുകളുടെ കാലമായിരുന്നു ഇതുവരെ നടന്നത്. CPM എന്തൊക്കെ പറഞ്ഞു, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവർക്ക് ഞങ്ങൾ ജോലി കൊടുക്കും. എടക്കരയിലെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന പ്രവാസികൾക്ക് പിണറായി വിജയൻ ജോലി കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ധിക്കാരല്ല. ആ വോട്ടുകൾ പിണറായിക്ക് കൊടുക്കണം. ആരും തിരിച്ചു വന്നിട്ട് അവർക്ക് തൊഴിൽ കൊടുത്തിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ കോവിഡ് കാലത്ത് രക്ഷാസൈന്യമായപ്പോൾ അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു, സംരക്ഷിച്ചില്ല. അവസാനം മത്സ്യത്തൊഴിലാളികൾ ചോദിച്ചു, സാർ ഞങ്ങളുടെ പെട്രോളിൻ്റെ പൈസ, ഞങ്ങളുടെ മണ്ണെണ്ണയുടെ പൈസ തരുമോ? പ്രളയം വന്ന നേരത്ത് പിണറായി വിജയൻ്റെ ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങൾ അന്തിച്ചു നിന്നപ്പോൾ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വഞ്ചിയിൽ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ രാജ്യത്ത് നടന്നിട്ടില്ല. കിഫ്ബിയിലൂടെ 64,000 കോടി ഈ നാട്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. 1,000 കോടിക്ക് RSSന് ഒറ്റിക്കൊടുത്തപ്പോൾ
64,000 കോടി എവിടെ എന്ന് ഞങ്ങൾ ചോദിക്കട്ടെ? നിങ്ങളുടെ കൊക്കോണിക്സ് ലാപ്ടോപ്പ് എവിടെ? നിങ്ങളുടെ കെ ഫോൺ എവിടെ എന്ന ചോദ്യം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചോദ്യമാണ് എന്നറിയിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എടക്കരയിൽ UDF-നെ തെരഞ്ഞെടുക്കുക. ഇത് സെമി ഫൈനലാണ്. 2026-ൽ കേരളത്തിന്റെ ജനിതകം മാറാൻ പോവുകയാണ്, ജാതകം മാറാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുകയാണ്. അതിൻ്റെ മുന്നിലെ സെമി ഫൈനലിൽ എടക്കര ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞ് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ UDF.